സൂപ്പർ സ്പീഡോ വേഗം അപ്ലൈ ചെയ്യേ. കീക്കോ, കീക്കോ, നിനക്ക് എന്താണ് പറ്റിയത് കീക്കോ? കീക്കോ? ആരാ കീക്കോ? അല്ല, കീക്കോ, നീ ഇപ്പൊ പറഞ്ഞ കാര്യം രണ്ടു വാക്കിൽ പറയണമെങ്കില് ഹാർട്ട് ടച്ചിങ്. സാധാരണ ഹാർട്ട് ടച്ചിങ് അല്ല, സൂപ്പർ ഡൂപ്പർ ഹാർട്ട് ടച്ചിങ്, ഐസ് ടച്ചിങ്, മൈൻഡ് ടച്ചിങ്, ഹാൻഡ്സ് ടച്ചിങ് ആൻഡ് ലെഗ്സ് ടച്ചിങ്. ഞാനിപ്പോ ഒരൽപ്പം കഴിച്ചോട്ടെ, ഒരൽപ്പം മഫിൻ കഴിക്കട്ടെ. എന്താ ഇതൊക്കെ? കിക്കോ, നീ എന്തിനാ നിന്റെ പവറൊക്കെ സാൻഡ് ബാഗ്സിനോട് കാണിക്കുന്നേ? ധൈര്യം ഉണ്ടെങ്കിലേ നിനക്ക് സമമായുള്ളവരോട് കാണിക്കേ. ഇത് ധൈര്യമായി ബന്ധപ്പെട്ട കാര്യമല്ല ടോണി. ഞാൻ ഈ സാൻഡ് ബാഗ്സും കൊണ്ട് എന്തിനാ പ്രാക്ടീസ് ചെയ്യുന്നറിയോ? ആർക്കും ഒരു കുഴപ്പവും സംഭവിക്കരുത്. പേടിത്തൊണ്ടനെ പോലെ കാരണങ്ങളൊന്നും പറയണ്ട. ധൈര്യം ഉണ്ടെങ്കിലേ എന്റെ കൂടെ ഒന്ന് ഫൈറ്റ് ചെയ്ത് കാണിക്ക. ഒരുപാട് ദിവസത്തിന് ശേഷം ചുരങ്കത്തിനകത്ത് എലി പുറത്തേക്ക് വന്നേക്കുക. ടോണി ബോസ് ഇന്ന് വളരെ ധൈര്യമുള്ള ഒരാളെ ചാലഞ്ച് ചെയ്തിരിക്കുക. കീക്കോ, 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 കീക്കോ. അയ്യോ, നേരെ ഒരു ഒറ്റ കേക്കല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്തിനാ 3 പ്രാവശ്യം കേക്കോന്ന് പറഞ്ഞേ? എന്ത് പറ്റി മേയർ അങ്കിൾ? എന്തിനാ ഇത്രമാത്രം ടെൻഷൻ ആവുന്നേ? മമ്മി, അപകടം, ആപത്ത്, ഡേഞ്ചർ. പക്ഷേ മേയർ അങ്കിൾ, എന്താ പറ്റിയത്? ഇങ്ങോട്ട് നോക്കൂ മേയർ, നിങ്ങൾ ഒന്ന് സമാധാനിക്കേ. നിങ്ങൾ ഒരു വാക്ക് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ പറയാൻ വരുന്ന കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ രാത്രിയാകും. അയ്യോ കീക്കോ, നീ ഒന്ന് എന്റെ കൂടെ വാ. എല്ലാം ഞാൻ പറയാം. അല്ലല്ല, ഞാൻ കാണിച്ചു തരാം. ഈ പുതിയ ബ്രിഡ്ജ് എങ്ങനെയാ തകർന്നു പോയത്? നാളെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നല്ലേ? കുറ്റവാളി എത്ര ബുദ്ധിമാനാണെങ്കിലും എന്തെങ്കിലും ഒരു എവിഡൻസ് വിട്ടേച്ചു പോകും. കലക്കി സാറേ, എന്തൊരു പഞ്ചാ പറഞ്ഞത്. ഞാൻ അതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. ജൂനിയർ അങ്കിൾ, ആദ്യം അയാൾ പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം എന്താണെന്ന് തെളിച്ചു പറയാ. സാറിപ്പ പറഞ്ഞതിന്റെ അർത്ഥം ഈ ബ്രിഡ്ജിനെ തകർക്കാനായിട്ട് ബോംബെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. ദേ നോക്കിക്കേ, ബോംബെന്റെ ഒരു പീസ്. എന്റെ ദൈവമേ, ആ ബോംബ് ആരാ ഇവിടെ കൊണ്ട് വെച്ചത്? ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. ആരായിരിക്കും ഈ പുതിയ ബ്രിഡ്ജ് ബോംബ് വെച്ച് തകർത്തത്? എന്റെ R7ന്റെ ഡേഞ്ചർ ലൈറ്റ് എന്താ ബ്ലിങ്ക് ആവാഞ്ഞത്? അയ്യോ, ഒരു കണക്കിന് അതും നല്ലതാണ്. ഈ ബ്രിഡ്ജ് ഇനിയും ഇനോഗ്രേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിന്റെ മുകളിലൂടെ ആരും ട്രാവൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ എത്ര പേര് ഇതിൽ പെട്ടേനെ. ഏതായാലും ഈ ബ്രിഡ്ജ് ആരാ എന്തിനാ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്തേ? ഈ ബ്രിഡ്ജിനെ എന്തിനെങ്ങനെ ബ്ലാസ്റ്റ് ചെയ്തെന്ന് അത് കണ്ടെത്താനായിട്ട് അത് നമ്മൾ ബ്രിഡ്ജ് ബ്ലാസ്റ്റ് ചെയ്യുന്നതിന്റെ അഡ്രസ് കണ്ടെത്തണം. ദാ അവിടെ ഒരു CCTV ക്യാമറ ഉണ്ട്. ഞാൻ അതിന്റെ സർവീസ് R7നോടൊപ്പം കണക്ട് ചെയ്തിട്ട് ബ്രിഡ്ജ് തകരുന്നതിന് മുമ്പുള്ള ഫുട്ടേജ് ചെക്ക് ചെയ്യാം. ഇത് ഇന്നലെ രാത്രി എടുത്ത ഫുട്ടേജാ. ഇപ്പൊ ബ്രിഡ്ജ് ക്ലിയർ ആണ്, ഒരു കുഴപ്പമില്ല. ഫുട്ടേജ് നമുക്കൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നോക്കാം.
അയ്യോ കീക്കോ ബോംബ് വെച്ചിരിക്കുന്നവന്റെ കൂടെയാണല്ലോ സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് ആ വോയിസ് എന്താ കേൾക്കാത്തത്? കാരണം ഇത് ട്രാഫിക് ക്യാമറയുടെ ഫുട്ടേജാ. ടെമ്പോ അണ്ണ, അതിൽ ഓഡിയോ ഉണ്ടാവില്ല. ആ? എന്റെ ദൈവമേ, കീക്കോ അവിടെ ഉണ്ടായിരുന്നിട്ടും ആ ബ്രിഡ്ജിനെ രക്ഷിച്ചില്ലേ? കിക്കോ, ഫുട്ടേജ് കണ്ടതിൽ എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായി. ഇന്നലെ രാത്രി നീ ആ ബോംബ് ബ്ലാസ്റ്റുകാരനെ കണ്ട് സംസാരിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. നീ അവനെ തടഞ്ഞു നിർത്തുന്നതിന് പകരം നീ അവനോട് സംസാരിച്ചിട്ട് എന്തുകൊണ്ടാണ് സൈലന്റ് ആയിട്ട് അവിടുന്ന് പോയത്? അവൻ നിന്നോട് എന്താണ് പറഞ്ഞത്? എനിക്കതൊന്നും ഓർമ്മയില്ല മേയർ അങ്കിൾ. ഫുട്ടേജിൽ എന്റെ R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് ഒരു ആക്ഷനും എടുക്കാതിരുന്നേ? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തതിന്റെ കയ്യിലാണുള്ളത്. ആദ്യം നമുക്ക് അവനെ തേടി കണ്ടെത്തണം. ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നു. എനിക്ക് തോന്നുന്നത് ആ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തവന്റെ മുഖം കണ്ടപ്പോൾ എനിക്കെന്തോ അവനെ ഇതിനു മുൻപ് എവിടെ വെച്ചോ കണ്ടതുപോലെ തോന്നിപ്പോയി. പ്ലീസ് മേയർ അങ്കിൾ, നിങ്ങളും ചട്പട്ട് അങ്കിളിനെ പോലെ കോഡ് ഭാഷയിൽ സംസാരിക്കരുത്. എന്താ ഉണ്ടായെന്ന് ക്ലിയർ ആയിട്ട് പറയൂ. സോറി കിക്കോ, ബോംബ് ഫിക്സ് ചെയ്ത അയാളുണ്ടല്ലോ, അവനൊരു ബ്രിഡ്ജ് നിർമ്മിക്കുന്ന കോൺട്രാക്ടറാണ്. ഇതിനു മുമ്പ് ചെയ്ത ജോലികളിലൊക്കെ അവൻ ഒരുപാട് ഗുലുമാലുകൾ ഒപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പുതിയ ബ്രിഡ്ജ് നിർമ്മിക്കുന്ന കോൺട്രാക്ട് ഞാനത് അവന് കൊടുത്തില്ല, വേറൊരാൾക്ക് കൊടുത്തു. മമ്മി, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പകരം വീട്ടുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ അയാളോട് സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്താ ഒന്നും ഓർമ്മയില്ലാത്തത്? R7 ഡേഞ്ചർ ലൈറ്റ് ബ്രിഡ്ജിന്റെ അടുത്തുനിന്നാണ് വരുന്നത്. തീർച്ചയായും അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എത്രയും വേഗം ആ സ്ഥലത്തേക്ക് ചെന്നെത്തണം. പക്ഷെ ആ ബ്രിഡ്ജ് ഇവിടുന്ന് ഒരുപാട് ദൂരെയാണല്ലോ. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, മീൻ മാർക്കറ്റിനടുത്തുള്ള ബ്രിഡ്ജിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഡോണ്ട് വറി ബ്രോ, ഞാൻ ഇപ്പൊ തന്നെ ജെറ്റ് സ്പീഡിൽ നിന്നെ അവിടെ എത്തിക്കാം കിക്കോ. ബ്രിഡ്ജ് ബ്രേക്കർ എല്ലാം തകർക്കും. മറ്റുള്ളവരുടെ ഓർമ്മശക്തി ഞാൻ ഫ്രീസ് ചെയ്യും. ഇന്ന് ഞാൻ ഈ ബ്രിഡ്ജ് തകർക്കാൻ പോവാണ്. ഓരോന്നായിട്ട് ഞാൻ സൺ സിറ്റിയുടെ എല്ലാ ബ്രിഡ്ജസും തകർക്കും. സോറി മിസ്റ്റർ, ഞാൻ ഇവിടെ ഉള്ളത് വരെ നിനക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്രിഡ്ജുകളെല്ലാം ഇങ്ങനെ ബോംബ് കൊണ്ട് ബ്ലാസ്റ്റ് ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. നിനക്കൊരു കാര്യം അറിയോ? വി ആർ ഓൾവേസ് ഫൈറ്റ് ഫോർ റൈറ്റ്. ഓ കീക്കോ, ഇപ്രാവശ്യം നീ സൂപ്പർ സ്പീഡോയെ വിളിച്ചോണ്ട് വന്നിരിക്കുകയാണല്ലേ. പക്ഷേ ബ്രിഡ്ജ് ബ്രേക്കർ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാ പിന്നെ മുന്നിൽ നിൽക്കുന്ന ശത്രുവിനെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാനാവില്ല. ബ്രിഡ്ജ് ബ്രേക്കർ, ഞാൻ നിന്നെ അവസാനമായിട്ട് ഫോൺ ചെയ്യാണ്. നിന്റെ കയ്യിലുള്ള ബോംബുമായിട്ട് നീ ഞങ്ങളുടെ മുമ്പിൽ സറണ്ടർ ആയേക്ക്. എടാ കൊച്ചു ചക്ക, ഈ പ്രായത്തിൽ നീ ഇത്ര വലിയ ഡയലോഗ് ഒന്നും പറയരുത്. ബ്രിഡ്ജ് ബ്രേക്കർ എല്ലാം തകർക്കും. മറ്റുള്ളവരുടെ ഓർമ്മശക്തി ഞാൻ ഫ്രീസ് ചെയ്യും. കീക്കോ, നീ ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഇവനെ ഒരു കയറ് കൊണ്ട് കെട്ടിയിട്ടേക്കാം. എന്റെ സൂപ്പർ സ്പീഡോ, എനിക്കൊരു കാര്യം മനസ്സിലാക്കണം. ഈ ബ്രിഡ്ജ് ബ്രേക്കർ എന്റെ കാര്യത്തിൽ എന്താ ചെയ്തെന്ന് എനിക്കറിയണം. അവനെ തടയാതെ ഞാൻ എന്തുകൊണ്ടാണ് സൈലന്റ് ആയിട്ട് തിരിച്ചു പോകുന്നത്? അതാണ് രഹസ്യം. ഇന്ന് വീണ്ടും അത് തന്നെയാണ് നിന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നീ ഈ ടോർച്ച് കാണുന്നുണ്ടല്ലോ, ഇതിനകത്ത് നിന്ന് ഒരു വ്യത്യസ്തമായ റേസ് പുറത്തേക്ക് വരും. അത് ആരുടെയെങ്കിലും മുഖത്ത് വന്ന് പതിച്ചു കഴിഞ്ഞാൽ അവരടുത്ത 5 മിനിറ്റ് വരെ അവർക്ക് ഒരു കാര്യവും ഓർമ്മയുണ്ടാവില്ല. ആ 5 മിനിറ്റിനകം എന്താ സംഭവിച്ചെന്ന് അവനൊന്നും ഓർമ്മയുണ്ടാവില്ല. അതെങ്ങനെയാണെന്ന് നിനക്കറിയാമോ? ഒരു ഡെമോ കാണിച്ചു തരാം. സൂപ്പർ സ്പീഡോ, വേഗം അപ്ലൈ ചെയ്യേ. കീക്കോ, കീക്കോ, നിനക്ക് എന്താണ് പറ്റിയത് കീക്കോ? കീക്കോ? ആരാ കീക്കോ? അല്ല, നീ ആരാ? ഞാൻ സൂപ്പർ സ്പീഡോയാണ് കീക്കോ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് സൂപ്പർ സ്പീഡോ? ആരുടെ കൂട്ടുകാരൻ? ആരാ കീക്കോ? എനിക്കൊന്നും ഓർമ്മയില്ല. സൂപ്പർ സ്പീഡോ,
നീ എത്ര തന്നെ ശ്രമിച്ചാലും ശരി, അടുത്ത 5 മിനിറ്റ് വരെ സംഭവിച്ച ഒരു കാര്യവും നിനക്ക് ഓർമ്മയുണ്ടാവില്ല കിക്കോ. എന്റെ ഈ ടോർച്ചിലുള്ള ലൈറ്റ് വെച്ച് ഞാൻ കിക്കോയുടെ മെമ്മറി പവർ മൊത്തം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബ്രിഡ്ജ് ബ്രേക്കർ എല്ലാം തകർക്കും. മറ്റുള്ളവരുടെ ഓർമ്മശക്തിയും ഞാൻ ഫ്രീസ് ചെയ്യും. കിക്കോ, കഴിഞ്ഞ പ്രാവശ്യം നീ പാവമാണെന്ന് പറഞ്ഞ് ഞാൻ വിട്ടയച്ചു. അങ്ങനെ ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റായി പോയി. ഈ പ്രാവശ്യം ഞാൻ അതുപോലൊരു തെറ്റ് ആവർത്തിക്കില്ല. എങ്ങനെയായാലും നിന്റെ മെമ്മറി തിരിച്ചു കിട്ടാൻ ഏകദേശം 4 മിനിറ്റ് ബാക്കിയുണ്ട്. ആ സമയത്തിനുള്ളിൽ നിന്നെ ഞാൻ ഇടിച്ച് ചമ്മന്തിയാക്കും. കീക്കോയുടെ മെമ്മറി പവർ തിരിച്ചു കിട്ടുന്നത് വരെ അവരെ ഞാൻ ബ്രിഡ്ജ് ബ്രേക്കിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചേ പറ്റൂ. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനാവില്ല, പക്ഷേ കീക്കോയെ വിളിച്ച് എനിക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പറ്റും. നീ എത്ര നേരം ഓടി രക്ഷപ്പെടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബ്രിഡ്ജ് ബ്രേക്കർ എല്ലാം തകർക്കും. മറ്റുള്ളവരുടെ മെമ്മറി പവർ ഞാൻ ഫ്രീസ് ചെയ്തേക്കും. കീക്കോ, വേഗം എന്തെങ്കിലും ഒരു ഫോർമുല പറയൂ. ബ്രിഡ്ജ് ബ്രേക്കറിന്റെ ഷവൽ എന്നെ ഒരുപാട് ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഫോർമുല ഞാൻ പറയേണ്ടത്? ആരാണ് കിക്കോ? അല്ല, നീ ആരാ? ഇനിയും ചില നിമിഷങ്ങൾ കീക്കോയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡാമേജുകൾ സഹിച്ചേ പറ്റുമെന്നാണ് തോന്നുന്നത്. കീക്കോയ്ക്ക് ഓർമ്മശക്തി വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ബ്രിഡ്ജ് ബ്രേക്കറിന് വകവരുത്തും. വിടാതെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇനിയിപ്പോ 10 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. കിക്കോക്ക് വീണ്ടും ഓർമ്മശക്തി തിരിച്ചു കിട്ടും. ഇപ്പൊ ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നതാണ് നല്ലത്. ഇപ്രാവശ്യം നിന്നെ സൂപ്പർ സ്പീഡ് രക്ഷിച്ചിരിക്കുകയാണ് കിക്കോ. പക്ഷെ അടുത്ത പ്രാവശ്യം നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ കൂടെ ചേർത്ത സൂപ്പർ സ്പീഡോയും ഞാൻ ടോട്ടലി നശിപ്പിച്ചിരിക്കും. ബ്രിഡ്ജ് ബ്രേക്കർ എല്ലാം തകർക്കും. മറ്റുള്ളവരുടെ മെമ്മറി പവറും ചേർത്ത് ഞാനങ്ങ് ഫ്രീസ് ചെയ്യും. സൂപ്പർ സ്പീഡോ, നിനക്കിത് എന്താ പറ്റിയത്? അല്ല, നമ്മളിവിടെ എന്താ ചെയ്യുന്നേ? താങ്ക് ഗോഡ് കീക്കോ, നിനക്ക് നിന്റെ മെമ്മറി പവർ തിരിച്ചു കിട്ടി കഴിഞ്ഞു. തിരിച്ചു കിട്ടിയെന്നോ? നീ എന്തൊക്കെയായി പറയുന്നേ? അതെപ്പോഴാ പോയത്? ആദ്യം ഫോർമുല പറഞ്ഞ് എന്നെ ഓട്ടോ റിപ്പയർ മോഡിലിടൂ, പിന്നെ ഞാൻ നിനക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 79 അപ്ലൈ ചെയ്യേ. താങ്ക് യു ബഡി. ആക്ടിവേറ്റിംഗ് ഫോർമുല 79. മേയർ അങ്കിൾ, ബ്രിഡ്ജ് ബ്രേക്കറിനെ കുറിച്ച് വേറെ എന്തെങ്കിലും മെസ്സേജ് കിട്ടിയോ? അവൻ വളരെ ഡേഞ്ചറസ് ആയ ആളാണ്. അവൻ മൊത്തമായിട്ട് 3 ബ്രിഡ്ജസ് കെട്ടുവാനുള്ള കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ വളരെ മോശമായ ക്വാളിറ്റി സാധനങ്ങൾ യൂസ് ചെയ്തത് കൊണ്ട് ഞാൻ അവനെ ആ 3 കോൺട്രാക്ട്സിനെയും ക്യാൻസൽ ചെയ്തു. വേറൊരാൾക്ക് ഞാൻ ആ കോൺട്രാക്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവൻ എല്ലാ ബ്രിഡ്ജസും തകർത്തിട്ട് നമ്മളോട് പകരം വീട്ടുകയാണോ? അയ്യോ, ആ 3 ബ്രിഡ്ജുകളിൽ 2 ബ്രിഡ്ജ് അവൻ ഓൾറെഡി തകർത്തു കഴിഞ്ഞു. അതിൽ ഒരു ബ്രിഡ്ജ് പോലും നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തിട്ടേ ഇല്ല. 2ാമത്തെ ബ്രിഡ്ജ് അത് രാത്രിയിൽ തകർത്തു. അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഈ 3rd ബ്രിഡ്ജ് ഏതാ? അതിന്റെ കോൺട്രാക്ട് അവന് കൊടുത്തിട്ടില്ലല്ലോ അല്ലേ? അത് സൺസിറ്റി റിവറിന് മേളിൽ കെട്ടിയിരിക്കുന്ന ബ്രിഡ്ജാണ്. അത് ഡേ ആൻഡ് നൈറ്റ് ഫുൾ ടൈം വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ബ്രിഡ്ജിനെ ഒന്ന് രക്ഷിക്കൂ. മേയർ അങ്കിൾ, നിങ്ങൾ വിഷമിക്കേണ്ട. കീക്കോ തീർച്ചയായിട്ടും ആ ബ്രിഡ്ജിനെ രക്ഷിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും ആ ബ്രിഡ്ജിനെ സംരക്ഷിച്ചേ പറ്റൂ. ഒരുപക്ഷെ അത് തകർന്നാൽ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാവും. പക്ഷെ കീക്കോ, ആ ബ്രിഡ്ജ് ബ്രേക്കറിനെ നീ എങ്ങനെ തടഞ്ഞു നിർത്താൻ പോകുന്നത്? അവൻ അടുത്തേക്ക് വന്നതും നിനക്ക് മെമ്മറി ലോസ് ഏർപ്പെടുന്നുണ്ടല്ലോ അല്ലേ? വിഷമിക്കേണ്ട ട്വിങ്കിൾ, ഇപ്പൊ ബ്രിഡ്ജ് ബ്രേക്കറിന്റെ അറ്റാക്ക് എങ്ങനെയുണ്ടാവും എനിക്കറിയാം. ഇപ്രാവശ്യം വളരെ നന്നായി പ്ലാൻ ചെയ്താണ് ഞാൻ ഏറ്റുമുട്ടാൻ പോകുന്നത്. റൈറ്റ് ബ്രോ, ദിസ് ടൈം വി വിൽ റോക്ക് ആൻഡ് റോൾ. ബ്രിഡ്ജ് ബ്രേക്കറിനെ നമ്മൾ ഒരു 0 ആക്കി കാണിക്കാം.
വാവ്, ബ്രിഡ്ജ് ബ്രേക്കർ വളരെ സോളിഡ് ആയിട്ട് ബ്രേക്ക് അടിച്ചത് കണ്ടോ? ഞാനൊരു അല്പം കഴിച്ചോട്ടെ. എടാ കൊച്ചു ചെക്ക, നീ ബ്രിഡ്ജ് ബ്രേക്കറിന്റെ വഴി ബ്ലോക്ക് ചെയ്യാണല്ലേ? നീ വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നിനക്ക് അതിഭയങ്കരമായ ഒരു ശിക്ഷ നൽകുവാൻ പോവുകയാണ്. ബ്രിഡ്ജ് ബ്രേക്കർ എല്ലാം തകർക്കും, മറ്റുള്ളവരുടെ മെമ്മറി പവറും ചേർത്ത് ഫ്രീസ് ചെയ്യും. സൂപ്പർ സ്പീഡോ, വേഗം കേക്കോയ്ക്ക് വേണ്ടി റെക്കോർഡഡ് വീഡിയോ ഒന്ന് കാണിക്ക്. ഓക്കേ ട്വിങ്കിൾ. എന്റെ ദൈവമേ, എത്ര വലിയ മോൺസ്റ്റർ കാറാ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് അപ്പോഴേ അറിയാം സൂപ്പർ സ്പീഡോ, നീ തീർച്ചയായിട്ടും ഇവിടെ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ വകവരുത്താനായിട്ട് ഞാൻ എന്റെ കൂടെ ഈ മോൺസ്റ്റർ കാറിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ ഞാൻ നിന്നെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള പ്രോഗ്രാം ഞാൻ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ ഇപ്രാവശ്യം നമ്മളെ ചട്നിയാക്കുമെന്നാണ് തോന്നുന്നത്. കീക്കോയുടെ കമന്റ്സ് ഒന്നുമില്ലാതെ എനിക്ക് ആ മോൺസ്റ്റർ കാറുമായി ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടേക്കും അവിടേക്കുമായി ഓടാനേ പറ്റുള്ളൂ. അവിടെ കിക്കോന്റെ മെമ്മറി പവർ പോയി കഴിഞ്ഞു. പക്ഷേ ഇവിടെ സൂപ്പർ സ്പീഡോ, നിന്റെ കഥയും ഞാനിപ്പോ അവസാനിപ്പിക്കും. ഇപ്പൊ ഞാൻ ഈ ബ്രിഡ്ജ് തകർക്കാൻ പോവുകയാണ്. ആർക്കും തടയാനാവില്ല. ബ്രിഡ്ജ് ബ്രേക്കർ എല്ലാം തകർക്കും, മറ്റുള്ളവരുടെ മെമ്മറിയും ചേർത്ത് ഫ്രീസ് ചെയ്യും. കീക്കോയുടെ ഇൻസ്ട്രക്ഷൻസ് ഒന്നുമില്ലാതെ എനിക്ക് മോൺസ്റ്റർ കാറുമായി ഏറ്റുമുട്ടാൻ പറ്റില്ല. എന്റെ ദൈവമേ, കേക്ക് ഒരു സ്റ്റാച്ചുവിനെ പോലെ അനങ്ങാതെ നിൽക്കുകയാണല്ലോ. എനിക്കറിയാം, തീർച്ചയായിട്ടും കേക്കോ നിങ്ങളൊരു ബാക്കപ്പ് പ്ലാൻ ചെയ്ത് വെച്ച് കാണും. എടാ കൊച്ചു ചെക്ക, ആദ്യം ഞാൻ പോയി ആ ബ്രിഡ്ജ് തകർത്തിട്ട് വന്നേക്കാം. എന്നിട്ട് നിന്നെ വകവരുത്താം. നിനക്ക് മെമ്മറി ലോസ് ആയതിനു ശേഷം പോലും നീ വളരെ സ്മാർട്ടായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കിക്കോ. ഇന്ന് ഞാൻ ആ ചെറുക്കനെ വെറുതെ വിടില്ല. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. കിക്കോ, ആ കാണുന്ന പാറകൾക്ക് പുറകിൽ നിനക്ക് ഒരുപാട് നേരം ഒന്നും ഒളിഞ്ഞിരിക്കാൻ കഴിയില്ല. ഞാൻ ബ്രിഡ്ജ് തകർക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ തവിട് പൊടിയാക്കും കിക്കോ.
കിക്കോയുടെ മെമ്മറി ലോസ് ആയതിനു ശേഷം പോലും എന്നെ ഇടിച്ച് ചമ്മന്തിയാക്കി കളഞ്ഞു. ഇപ്പൊ എനിക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാനാവൂ. കിക്കോയ്ക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. അതിനെനിക്ക് 1 മിനിറ്റ് ധാരാളം മതി. ഇപ്പൊ ഞാൻ കിക്കോയെ വകവരുത്താൻ പോവുകയാണ്. ബ്രിഡ്ജ് ബ്രേക്കർ എല്ലാം തകർക്കും. മറ്റുള്ളവരുടെ മെമ്മറി പവറും ചേർത്തങ്ങ് ഫ്രീസ് ചെയ്യും. അവിടെ ബ്രിഡ്ജ് ബ്രേക്കറെ കീക്കോ എടുത്തിട്ട് പന്താടുകയാണ്. ഇവിടെ ഈ മോൺസ്റ്റർ കാർ എന്നെ പീസ് ആക്കുമെന്നാണ് തോന്നുന്നത്. ഡോണ്ട് വറി സൂപ്പർ സ്പീഡോ. കീക്കോക്ക് മെമ്മറി പവർ തിരിച്ചു കിട്ടാൻ ഇനി 20 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. കിക്കോ, ഏത് സമയത്താണോ നിന്റെ മെമ്മറി പവർ തിരിച്ചു വരുന്നത്, അപ്പൊ ഞാൻ വീണ്ടും എന്റെ ടോർച്ച് യൂസ് ചെയ്ത് നിന്റെ മെമ്മറി പവർ ലോസ് ആക്കും. പിന്നെ ഞാൻ നിന്നെ എടുത്തിട്ട് പന്ത് കളിക്കും. Oh no! ഇപ്പൊ നമ്മൾ കീക്കോയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഓർമ്മിപ്പിക്കണം. അവന്റെ ഏറ്റവും വലിയ പവർ എന്താണെന്ന്. ഇനി 3 സെക്കൻഡ്സേ ബാക്കിയുള്ളൂ. കിക്കോയുടെ മെമ്മറി പവർ തിരിച്ചു വന്നതും ഞാൻ വീണ്ടും എന്റെ ടോർച്ച് ഓൺ ചെയ്യുന്നതായിരിക്കും. ഐഡിയ. ഇപ്പൊ ഞാൻ കീക്കോയ്ക്ക് അവന്റെ സൂപ്പർ പവറിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 817. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 817. എന്റെ മോൺസ്റ്റർ കാറ്, എന്റെ ടോർച്ച്. ചോരിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പല്ലി പോലെ നീ എവിടെ ചെന്ന് ഒട്ടിയിരുന്നാലും ഞാൻ പിടിച്ചിരിക്കും. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു ഇപ്രാവശ്യം ബ്രിഡ്ജ് തകർക്കാൻ വരുന്നവന്റെ എല്ല് കീക്കോ തവിട് പൊടിയാക്കുമെന്ന്. ഇവന് പറ്റിയ സ്പീഡ് ബ്രേക്കർ കീക്കോയും സൂപ്പർ സ്പീഡോയുമാണ്. എല്ലാവരും സന്തോഷമായിട്ട് ഇപ്പോൾ ചിരിക്കൂ.